നമസ്കാരം, ധനുസ് പി സി ടിപ്സ്. ഇന്ന് LP-UP എക്സാം എഴുതുന്നവർക്കും LDC എക്സാം എഴുതുന്നവർക്കും വേണ്ടിയിട്ടുള്ള റിവിഷൻ സീരീസാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ റിവിഷനാണ്. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 80/2022 ആണ്. എക്സാം നടന്നത് 2022 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ഫൈനൽ ആൻസർ കീ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം, ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ, അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? പെട്രൽ, ഗംഗ, ഭാരത്, മൈത്രി. ആൻസർ മൈത്രി. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം മൈത്രി. നെക്സ്റ്റ് വൺ, കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: ഫ്രഞ്ച്, ലാറ്റിൻ അമേരിക്കൻ, അമേരിക്കൻ, ആഫ്രിക്കൻ. ആൻസർ അമേരിക്കൻ. കോമൺ സെൻസ് എന്ന ലഘുലേഖ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ജാലിയൻവാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം. ജാലിയൻവാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം. ഓപ്ഷൻസ്: റൗലറ്റ് നിയമം, ഉപ്പ് നിയമം, പ്രാദേശിക പത്ര നിയമം, സ്റ്റാമ്പ് നിയമം. ആൻസർ റൗലറ്റ് നിയമം. ജാലിയൻവാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം എന്തായിരുന്നു? റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ഓപ്ഷൻസ്: സത്ലജ്, ഷ്യോക്ക്, നുബ്ര, ബിയാസ്. ആൻസർ നുബ്ര നദി. നുബ്ര. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏത് നദിയാണ്? നുബ്ര. സിയാച്ചിൻ ഹിമാനി, നുബ്ര നദി. സിയാച്ചിൻ ഹിമാനി, നുബ്ര നദി. നെക്സ്റ്റ് വൺ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ. ആൻസർ പശ്ചിമ ബംഗാൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം, പശ്ചിമ ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻസിൽ ഗൗരി പാർവതിഭായി, ഗൗരി ലക്ഷ്മിഭായി, മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ. ആൻസർ ഗൗരി പാർവതിഭായി. പ്രാഥമിക വിദ്യാഭ്യാസം ഗൗരി പാർവതിഭായി. പ്രാഥമിക പാർവതിഭായി. നെക്സ്റ്റ് വൺ, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്. ആൻസർ ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനം ഓർക്കുക, ഭാഷാടിസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ഓപ്ഷൻസിൽ ശൃംഖലാ വിശകലനം, വിദൂര സംവേദനം, ഖനനം, സമുദ്ര പര്യവേഷണം. ആൻസർ വിദൂര സംവേദനം. ആൻസർ വിദൂര സംവേദനം. അടുത്തത്, ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ഓപ്ഷൻസിൽ കുടക്, വയനാട്, ബാബാ ബുദാൻ, നീലഗിരി. ആൻസർ ഏതാണ്? ആൻസർ ബാബാ ബുദാൻ. കാപ്പി കൃഷി ആരംഭിച്ച ആദ്യ പ്രദേശം, ആദ്യം ആരംഭിച്ച പ്രദേശം, കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ബാബാ ബുദാൻ. ബാബാ ബുദാൻ. നെക്സ്റ്റ് വൺ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ഇവരിൽ ആരായിരുന്നു? KM പണിക്കർ, പൊറ്റി ശ്രീരാമുലു, BR അംബേദ്കർ,
KM ഭട്നഗർ. ആൻസർ വരുന്നത് KM പണിക്കർ. ഇവരിൽ ആരായിരുന്നു? KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ഈ കൊടുത്തേക്കുന്നതിൽ ആരായിരുന്നു? ആര് മാത്രമുണ്ട് ഇവിടെ? KM പണിക്കർ. നെക്സ്റ്റ് വൺ, ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി FPTP സമ്പ്രദായം, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം, സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം. ഇവയൊന്നുമല്ല. ആൻസർ എന്താണ്? FPTP സമ്പ്രദായം. FPTP സമ്പ്രദായം. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് FPTP സമ്പ്രദായം. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓപ്ഷൻസ് നോക്കാം. GV മൗലങ്കാർ, ഫസൽ അലി, സുകുമാർ സെൻ, പോറ്റി ശ്രീരാമുലു. ആൻസർ സുകുമാർ സെൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. സ്വതന്ത്ര ഇന്ത്യയിലെ സുകുമാർ സെൻ. നെക്സ്റ്റ് വൺ, 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻസ്: MKSS, NBA, ചിപ്കോ പ്രസ്ഥാനം, ദളിത് പാന്തേഴ്സ്. ആൻസർ MKSS. MKSS എന്താണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. മസ്ദൂർ. ഇത് കാണുമ്പോൾ MKSS കാണുമ്പോൾ എഴുതാൻ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? മസ്ദൂർ, അത് നമുക്കറിയാം. മസ്ദൂർ കിസാൻ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ അല്ലേ? അതായിരുന്നു ഇത്. ഈ 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, മീസോ നാഷണൽ ഫ്രണ്ട് MNFൻ്റെ സ്ഥാപകൻ. മീസോ നാഷണൽ ഫ്രണ്ട് MNFൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻസ് നോക്കാം. PA സാക്മ, ചോഗ്യൽ, അഗമി, സാഫു ഫിസോ, ലാൽ ഡെങ്ക. ആൻസർ ലാൽ ഡെങ്ക. മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സ്ഥാപകൻ ലാൽ ഡെങ്ക. MNFൻ്റെ സ്ഥാപകൻ ലാൽ ഡെങ്ക. MNFൻ്റെ സ്ഥാപകൻ ലാൽ ഡെങ്ക. അടുത്തത്, ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ഓപ്ഷൻസിൽ പുതിയ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുക, പുനരുപയോഗ യോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, വൈദ്യുതി മോഷണത്തിന് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. ഇവയൊന്നുമല്ല. ആൻസർ ഏതാണ്? പുനരുപയോഗ യോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത് എന്തിനായിരുന്നു? പുനരുപയോഗ യോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. 2003 വൈദ്യുതി നിയമം പുനരുപയോഗ യോഗ്യമായ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ് വൺ, കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? ഓപ്ഷൻസ്: ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ്. ആൻസർ ഏതാണ് വരിക? മേൽപ്പറഞ്ഞവ എല്ലാം. കേശവാനന്ദ ഭാരതി കേസാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണ്? ഇതെല്ലാം: ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ്. ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ് എന്നിവയാണ് അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ടത്. അടുത്തത്, മൗലികാവകാശ സംരക്ഷണത്തിനായി
റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? മൗലികാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? 32, 226, 19, 44. ആൻസർ ഏതാണ്? 226 അല്ലേ? അപ്പോൾ ഹൈക്കോടതിയാണ് ഇവിടെ, റിട്ടുകളാണെന്ന് ഓർക്കും അല്ലേ? റിട്ടുകൾ ഹൈക്കോടതി, അനുച്ഛേദം ഏത് വരുന്നു? 226. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. 19, 356, 32, 14. ആൻസർ ഏത് വരുന്നു? 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും അല്ലേ? 32. അടുത്തത്, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളേവ? വിദ്യാഭ്യാസം, ജയിൽ, വനം, ബാങ്കിങ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏവ? ആൻസർ ഏതാണ്? 1, 2 മീൻസ് വിദ്യാഭ്യാസം, 3 വിദ്യാഭ്യാസം, വനം. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ആ സെക്ഷൻസ് ഉണ്ടല്ലോ, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ആ സെക്ഷൻസ് വായിച്ചു വെക്കുക, പഠിച്ചു വെക്കുക, എന്നിട്ട് അത് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ വിദ്യാഭ്യാസം, വനം. കൺകറന്റ് ലിസ്റ്റ് ഇവിടെയൊക്കെയാണ് വിദ്യാഭ്യാസം, വനം. ഇനിയും 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? 89 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, സർക്കാരിയ കമ്മിറ്റി. ആൻസർ PK തുങ്കൻ കമ്മിറ്റി. സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. സാധുത തുങ്കൻ കമ്മിറ്റി. ഭരണഘടന സാധൂകരിക്കുക, അംഗീകരിക്കുക ഉണ്ടെന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ പണനയ മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതെല്ലാം? RBIയുടെ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻസിൽ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെൻറ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങും. ആൻസർ ഏതാണ്? ആൻസർ ഏത് വരുന്നു? 1, 3 മാത്രമാണ് എന്ത് ശരിയായ പ്രസ്താവന അല്ലേ? 1, 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. 1, 3 മാത്രമാണ് ശരിയായ പ്രസ്താവന അല്ലേ? എന്താ എടുക്കണം? പണത്തിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെൻറ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കുന്നു. പിന്നെയോ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെൻറ്റുകൾ ബോണ്ട് വാങ്ങുന്നു. പണത്തിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെൻറ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കുന്നു. മാർക്കറ്റിൽ വിൽക്കുന്നു. ഇനി സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെൻറ്റുകൾ ബോണ്ട് വാങ്ങുന്നു. കുറയ്ക്കുന്നതും കൂട്ടുന്നതും കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏതെല്ലാം? പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് ചെലവുകൾ കൂട്ടുന്നു. പണച്ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. ആൻസർ ഏതാണ്? പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് ചിലവുകൾ കൂട്ടുന്നു. ധനനയമാണ്, ധനനയം. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെൻറ് ചെലവുകൾ കൂട്ടുന്നു. അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം, ആനുപാതിക നികുതി, മൊത്തം ധനക്കമ്മി,
മൊത്തം ചെലവ്, വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം, നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമി. ആൻസർ ഒന്നും രണ്ടും മൂന്നുമാണ്. മൂന്നും ശരിയാണ്. ഒന്നും രണ്ടും മൂന്നും ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ്. ഓപ്ഷൻസിൽ ഘടനാപരമായ തൊഴിലില്ലായ്മ, പ്രത്യക്ഷ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഇവയൊന്നുമല്ല. ആൻസർ പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ആൻസർ പ്രച്ഛന്ന തൊഴിലില്ലായ്മ. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ് ഏത്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ, മാർച്ച് 31 മുതൽ ഏപ്രിൽ 1 വരെ, ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം ഏതെന്നാണ് ചോദ്യം. ആൻസർ ഏതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ക്വസ്റ്റ്യൻ കറക്റ്റായി വായിക്കണം. ഇവിടെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എന്നുള്ളത് മനസ്സിൽ നിൽക്കുക. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആനക്കയം, മടക്കത്തറ, ചുണ്ടേൽ, അമ്പലവയൽ. ആനക്കയം, മടക്കത്തറ, ചുണ്ടേൽ, അമ്പലവയൽ. ആൻസർ ചുണ്ടേൽ. ചുണ്ടേലാണ്. ചുണ്ടേൽ, വയനാട്. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര്. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര്. ഓപ്ഷൻസിൽ അഡ്രിനാലിൻ, എറിത്രോപോയറ്റിൻ, ഓക്സിറ്റോസിൻ, ആൽഡോസ്റ്റിറോൺ. ആൻസർ എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കുന്നു? ബ്ലഡ് ഉണ്ടാവുന്ന സാധനമാണെന്ത്? എറിത്രോപോയറ്റിൻ അല്ലേ? ഇത് കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കിഡ്നി എന്ന് പറയുമ്പോൾ എല്ലായിടും ചർച്ചാ വിഷയമായതുകൊണ്ടും കിഡ്നി സ്ട്രക്ചർ നമ്മൾ അല്ലെങ്കിൽ PSC എഴുതുന്ന ആൾക്ക് അറിയണം എന്നുള്ളതും സർക്കാരിൻ്റെ ആവശ്യമില്ല. പിന്നെ കേസ് ഓട്ടോ പോലുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി വരുന്ന കിഡ്നി വരുന്ന സ്ട്രക്ചറും അതിൻ്റെതായി വരുന്ന കാര്യങ്ങളുമൊക്കെ പഠിക്കുക. ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തി എറിത്രോപോയറ്റിൻ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് എപ്പോഴും. ഡെയിലി മീൻസ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോഴെല്ലാം അവർ ചെയ്ത് പോകാറുണ്ട്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടെന്നർത്ഥം. ഓക്കെ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്? എറിത്രോപോയറ്റിൻ. നെക്സ്റ്റ് വരുന്നത്, മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്താണ്? ആശ്വാസകിരണം, പ്രത്യാശ, സ്നേഹസ്വാന്തനം, സ്നേഹപൂർവം. ആൻസർ ഏതാണ്? സ്നേഹപൂർവം. ഇവിടെ മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട് സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. ഇവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ പറയുന്നവരിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സാർസ്, സിഫിലിസ്, ഷിഗല്ലോസിസ്, ആന്ത്രാക്സ്. ആൻസർ സാർസ് ആണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? തീം എന്താണ്? ജൈവ വൈവിധ്യം, ഒരു ഭൂമി മാത്രം, പരിസ്ഥിതി പുനർജീവനം, പ്ലാസ്റ്റിക്കിനെ തുരത്താം. 22 എന്തായിരുന്നു? ഒരു ഭൂമി
മാത്രം എന്നാണ് ആൻസർ. ഒരു ഭൂമി മാത്രം എന്നാണ് ആൻസർ. 2024 ലോക പരിസ്ഥിതി ദിന തീം എന്തായിരുന്നു? നമ്മുടെ നാടെന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ഭൂമി പുനരുദ്ധാരണം, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. എന്താണ്? ഭൂമി പുനരുദ്ധാരണം, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ് 2024 തീം. നെക്സ്റ്റ് വരുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 0, 273 കെൽവിൻ, 373 കെൽവിൻ, 100 കെൽവിൻ. ആൻസർ ഏതാ വരിക? 373 കെൽവിൻ. 373 കെൽവിൻ. 212 ഫാരൻഹീറ്റ്, 373 കെൽവിനാണ് വരിക. നെക്സ്റ്റ് നോക്കാം. 10 കിലോഗ്രാം മാസുള്ളൊരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? ഓപ്ഷൻസിൽ 1000 ജൂൾ, 1 ജൂൾ, 100, 0. എത്രയായിരിക്കും ആൻസർ വരിക? 0. ഇനി ആസ്പിരിൻ എന്ന ഇനം ഔഷധ വിഭാഗത്തിൽപ്പെടുന്നു. ആസ്പിരിൻ ഏത് ഇനം ഔഷധ വിഭാഗത്തിൽപ്പെടുന്നു? ആസ്പിരിൻ ഏത് ഇനം ഔഷധ വിഭാഗത്തിൽപ്പെടുന്നു? അനാൽജസിക്കുകൾ, ആൻറ്റിപൈററ്റിക്കുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റാസിഡുകൾ. ഏതിലാണ് ആസ്പിരിൻ എന്ന ഇനം വരിക? ഏത് ഔഷധ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക? So it is deleted out of it. Next one. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഗാൽവനിക് സെൽ, ഫ്യുവൽ സെൽ, വോൾട്ടായിക് സെൽ, വൈദ്യുത രാസസെൽ. ആൻസർ ഫ്യുവൽ സെൽ. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചിട്ട് വൈദ്യോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം എന്താണ്? ഫ്യുവൽ സെൽ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ് യൂണിറ്റ് ഏതാണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ് യൂണിറ്റ് ഏത്? കിലോഗ്രാം, കിലോഗ്രാം ഭാരം, കിലോമീറ്റർ, മോൾ. ആൻസർ ഏതാണ്? കിലോഗ്രാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അതിനെ അളക്കാൻ ഉപയോഗിക്കുന്ന എസ് യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം റാൻഡം ആക്സസ് മെമ്മറി, ഹാർഡ് ഡിസ്ക്, റീഡ് ഓൺലി മെമ്മറി, രജിസ്റ്റർ. സെക്കൻഡറി മെമ്മറി ഏതാണ്? ആൻസർ ഹാർഡ് ഡിസ്ക്. അത് കിട്ടും. നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? വിൻഡോസ്, ലിനക്സ്, എക്സൽ, ജിംബ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? 3ഉം 4ഉം. എക്സലും ജിംബുമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സലും ജിംബുമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് വൺ, നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ഫ്രീക്വൻസി, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, ബാൻഡ് വിഡ്ത്ത്, ഡേറ്റ ടൈപ്പ്. ആൻസർ ബാൻഡ് വിഡ്ത്ത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? ഗൂഗിൾ. ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. പേഴ്സണാലിറ്റി ഐഡൻറ്റിറ്റി മോഷണം തടയുന്ന IT ആക്ട്. ആക്ട് 65, 66B, 66C, 66F. ആൻസർ 66C ആണ് ഐഡൻറ്റിറ്റി മോഷണം. 66C ആണ് ഐഡൻറ്റിറ്റി മോഷണം.
66C ആണ് ഐഡൻറ്റിറ്റി മോഷണം തടയുന്ന IT ആക്ട്. ഇനി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1981 സ്ഥാപിതമായി, 1979 സ്ഥാപിതമായി. പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം P. നരേന്ദ്രനാഥിൻ്റെ കുഞ്ഞിക്കൂനൻ ആണ്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? ആൻസർ എന്ത് വരുന്നുണ്ട്? 1ഉം 4ഉം. അതായത് 81 സ്ഥാപിതമായി, കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. 81 സ്ഥാപിതമായി, അത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 81 സ്ഥാപിതമായി, കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് വൺ, കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1940 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത്. 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ നടക്കും. 1942 ആണ് കോമൺവെൽത്ത് എന്ന് ഔദ്യോഗികമായി അറിയപ്പെട്ട ഗെയിംസ് നടന്നത്. ഇതിൽ കോമൺവെൽത്ത് ഗെയിംസ് സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ആൻസർ 2ഉം 3ഉം മാത്രമാണ് ശരി. 2ഉം 3ഉം നോക്കുക. 2ഉം 3ഉമാണ് ശരി. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. എ കോളത്തിൽ പടയണി, തെയ്യം, മുടിയേറ്റ്, കൂടിയാട്ടം. നെക്സ്റ്റിൽ കാളി, ദാരിക, പുരാവൃത്തം, സംസ്കൃത നാടകം, തപ്പ്, തോറ്റം പാട്ടുകൾ. ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. 1 അല്ലേ, പടയണി എന്ന് പറയുമ്പോഴത് പടയണി. ലാസ്റ്റ് വൺ പടയണി തപ്പിനോട് അല്ലേ, പടയണി തപ്പാണ്. തെയ്യം, തോറ്റ അതറിയാം, തെയ്യം, തോറ്റം പാട്ടുകൾ. പടയണി തപ്പ്, തെയ്യം, തോറ്റം പാട്ടുകൾ. പിന്നെ മുടിയേറ്റ്, കാളി, ദാരിക, പുരാവൃത്തം. മുടിയേറ്റ്, കാളി, ദാരിക, പുരാവൃത്തം. കൂടിയാട്ടം, സംസ്കൃത നാടകം. അത് ഓർക്കാൻ പറ്റും. കൂടിയാട്ടത്തിൻ്റെ വേഷം ഓർത്ത് കഴിഞ്ഞാൽ സംസ്കൃത നാടകം എന്നുള്ളതൊക്കെ ഓർമ്മ വരും. പടയണി, തപ്പ്, തെയ്യം, തോറ്റം പാട്ടുകൾ, മുടിയേറ്റ്, കാളി, ദാരിക, പുരാവൃത്തം. കാളി, മുടിയേറ്റ്, കാളി, ദാരിക, പുരാവൃത്തം, കൂടിയാട്ടം, സംസ്കൃത നാടകം. സാഹിത്യം കൂടി സെക്ഷൻ കൂടി നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നത്. നെക്സ്റ്റ് നോക്കാം. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. മലയാള സിനിമ. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ മലയാള ചിത്രമാണ് ചെമ്മീൻ. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാൻ തോപ്പിൽ ഭാസിയാണ്. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്കാധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീല വെളിച്ചം. മലയാള സിനിമയാണ്, അനുയോജ്യമായത് മാത്രം തിരഞ്ഞെടുക്കുക. ആൻസർ എന്താണ്? ഇതിൽ 1ഉം 4ഉം ശരിയാണ്. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീല വെളിച്ചം. അല്ലേ, വൈക്കത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീല വെളിച്ചം. അടുത്തത്, ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സ്വോത്രകൃതികൾ, പിങ്കള. കാൽപ്പനികത, ഖണ്ഡകാവ്യങ്ങൾ. ആൻസർ ഏതാണ് വരിക? ആശാൻ കവിതയാണ്. ഇവിടെ 1ഉം 2ഉം 4ഉം ശരി. 1 സ്ത്രോത്രകൃതികളുണ്ട്, കാൽപ്പനികതയുണ്ട്, ഖണ്ഡകാവ്യങ്ങളുണ്ട്. ഖണ്ഡകാവ്യങ്ങൾ ഓൾറെഡി എപ്പോഴും അറിയാം. സ്ത്രോത്രകൃതികളും കാൽപ്പനികതയും ഒത്തിരി പഠിക്കുന്നവർക്കേ അറിയുള്ളൂ. സ്ത്രോത്രകൃതികളും
കാൽപ്പനികതയും ഖണ്ഡകാവ്യങ്ങളും. ഓക്കെ അല്ലേ? അടുത്തത് 2026 ശീതകാല ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? 26 ശീതകാല ഒളിമ്പിക്സ് ആണ്. ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: മിലാൻ, നാപ്പോളി, ചമോനിക് മോണ്ട്, കോർട്ടിന ഡി ആംബസോ. ആൻസർ 1 ഉം 4 ഉം, അതായത് മിലാനും കോർട്ടിന ഡി ആംബസോ. കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ അത് ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലേ. മിലാൻ, കോർട്ടിന ഡി ആംബസോ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. സലിമ മുഗൻ സൻഗ, ശാന്തി ശ്രീ ധൂലിപ്പുടി പണ്ഡിറ്റ്, അസിമ ചാറ്റർജി, മീരാഭായ് ചാനു. JNU വൈസ് ചാൻസലറാണ്. വനിതാ ഫുട്ബോൾ റഫറി, ഒളിമ്പിക് മെഡൽ, വനിതാ ശാസ്ത്രജ്ഞ. ഇതിൽ ആൻസർ ഏതാണ് വരിക? നോക്കാം. ചേരുംപടി ചേർത്തേക്കുന്നത് ശരി വരുന്നത് A ആണ്. സലിമ മുഗൻ സൻഗ വനിതാ ഫുട്ബോൾ റഫറിയാണ്. ശ്രീ ധൂലിപ്പടി പണ്ഡിറ്റ് JNU വൈസ് ചാൻസലറാണ്. ധൂലിപ്പടി. അസിമ ചാറ്റർജി ലാസ്റ്റ് വൺ, വനിതാ സയൻറ്റിസ്റ്റ്. മീരാഭായ് ചാനു അറിയാമല്ലേ? മീരാഭായ് ചാനു ഒളിമ്പിക് മെഡൽ. നല്ലവണ്ണം അറിയാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മീരാഭായ് ചാനു ഒളിമ്പിക് മെഡൽ. വൈസ് ചാൻസലറും നല്ലവണ്ണം അറിയാം. നെക്സ്റ്റ് വൺ, 21 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ തിരഞ്ഞെടുക്കുക. 21 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ്. കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ്. ഗ്ലാസ്ഗോ, റിംഗ് വാൻഡറിംഗ്, COP26, കോബിത. ഏതൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ്? 1 ഉം 3 ഉം. ഗ്ലാസ്ഗോയും COP26 ഗ്ലാസ്ഗോ. 21 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ്. ഇങ്ങനെ വരുമ്പോൾ ഈ അടുത്ത വർഷം 24-23 കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുകൾ ഇങ്ങനെ നോക്കി വെക്കണം. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? ജനറൽ MM നരവനെ, ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് പാണ്ഡെ, ലഫ്റ്റനൻറ്റ് ജനറൽ ജയ്സിംഗ് നെയ്യർ, ലഫ്റ്റനൻറ്റ് ജനറൽ യോഗേന്ദ്ര ദിമി. ആൻസർ ആരാണിത്? ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് പാണ്ഡെ, കരസേന മേധാവി. നോക്കാം. നെക്സ്റ്റ് വൺ, 21 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കി താളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ തിരഞ്ഞെടുക്കുക. ഗോരട്ടി വെങ്കണ്ണ, സഞ്ജീവ് രംഗർ, കവിത, നാടകം. ഇപ്പോൾ വരുന്നത് 22 21 ഇതുപോലെ സാഹിത്യ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നേരിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഇതാണ് ഗോരട്ടി വെങ്കണ്ണയും കവിതയും. നെക്സ്റ്റ് വൺ, മാത്സ് ഞാൻ നോക്കുന്നില്ല. നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യം ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് നോക്കിയെങ്കിലേ ആൻസർ കിട്ടുകയുള്ളൂ. ഇംഗ്ലീഷ് നോക്കാം. ഹാർട്ട് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഹി ഡാഷ് എ ഫിലിം. ഹാർട്ട് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഹി ഡാഷ് എ ഫിലിം. വിൽ ഡയറക്റ്റ്, വുഡ് ഡയറക്റ്റ്, വുഡ് ഹാവ് ഡയറക്റ്റഡ്, ഡയറക്റ്റ്. ആൻസർ കിട്ടി. ഏതാണ്? വുഡ് ഹാവ് ഡയറക്റ്റഡ്. സി ആണ് ആൻസർ വരിക. ഓൺലി 3 അല്ലേ? വുഡ് ഹാവ് ഡയറക്റ്റഡ്. ഹാർട്ട് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഹി വുഡ് ഹാവ് ഡയറക്റ്റഡ് എ ഫിലിം അല്ലേ? ഹാർട്ട് ഹി ഡയറക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് വരിക. ഹി വുഡ് ഹാവ് ഡയറക്റ്റഡ് എ ഫിലിം. നോബഡി കോണ്ടാക്റ്റഡ് മീ ഡ്യൂറിങ് മൈ ഡിഫിക്കൽട്ട് ടൈംസ്. നോബഡി കോണ്ടാക്റ്റഡ് മീ ഡ്യൂറിങ് മൈ ഡിഫിക്കൽട്ട് ടൈംസ്. ക്വസ്റ്റ്യൻ ടാഗ് വേണം അല്ലേ? നോബഡി വന്നപ്പോൾ തന്നെ ഇവിടെ നോട്ടുണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ? ഡിഡ് ഹി ഉണ്ട്, ഡിഡ് ദേ ഉണ്ട്, ഡോൺ ദേ ഉണ്ട്, ഡിഡ് ഐ ഉണ്ട്. ആൻസർ എന്ത് വന്നു? ഏതാണ് ആൻസർ? ഡിഡ് ദേ അല്ലേ? കോൺട്രാക്റ്റഡ്. നോബഡി ഉള്ളപ്പോൾ നോട്ട് പിന്നെ വേണ്ട.
കോൺട്രാക്റ്റഡ് ആകുമ്പോൾ എൻ്റെ പാസ്റ്റ് ഫോം ഡിഡ് ഫോമാണ് വന്നേക്കുന്നത്. നോബഡി വന്നതുകൊണ്ട് തന്നെ ദേ വരാം. സോ അങ്ങനെ നോബഡി കോൺട്രാക്റ്റഡ് മീ ഡ്യൂറിങ് മൈ ഡിഫിക്കൽട്ട് ടൈംസ് ഡിഡ് ദേ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ അങ്ങനെ പഠിച്ചു പോകണം. നെക്സ്റ്റ്, ദ ഫിലിം ഷോ സ്റ്റാർട്ട്സ് എവറി ഡേ അറ്റ് 8 PM ഷാർപ്പ് ബട്ട് ടുഡേ ഇറ്റ് ഡിഡിൻറ്റ് ബിഗിൻ. The film show starts every day at 8 PM sharp, but today it didn't begin. On time, at time, in time, during time. Answer, on time. At today, it begin on time. ഫിലിം ഷോ സ്റ്റാർട്ട്സ് എല്ലാ ദിവസവും 8 PM സ്റ്റാർട്ട് ചെയ്യുന്നു. ബട്ട് ടുഡേ ഇറ്റ് ഡിഡിൻ ബിഗിൻ. ഇന്നതെന്താണ്? ഓൺ ടൈമിന് അല്ലേ? ഓൺ ടൈമിന് അത് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇറ്റ് ഡിഡിൻറ്റ് ബിഗിൻ ഓൺ ടൈം. തുടങ്ങിയിട്ടില്ലായിരുന്നു ഓൺ ടൈമിൽ, ആ പർട്ടിക്കുലർ ടൈമിൽ. നെക്സ്റ്റ് വൺ, മെനി എ മാൻ ഡാഷ് ഏർജ്ഡ് മീ ടു ക്വിറ്റ് ദിസ് ജോബ്. മെനി എ മാൻ ഡാഷ് ഏർജ്ഡ് മീ ടു ക്വിറ്റ് ദിസ് ജോബ്. ആൻസർ ഇതാണ്. മെനി എ മാൻ വരുമ്പോൾ ആൻസർ എന്ത് വരും? ഹാസ്. മെനി എ മാൻ, ഹാസ് ആണ് അവിടെ വരിക. സിംഗുലർ ഹാസ് ആണ് വരിക. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസ് ഓർ സെൻറ്റൻസസ് ദാറ്റ് ഈസ് ഓർ ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്. നോക്കുക. വൺ ഓഫ് മൈ റിലേറ്റീവ്സ് ഹാസ് ഗോൺ എബ്രോഡ്. എൻ്റെ ഒരു റിലേറ്റീവ്, വൺ ഓഫ് മൈ റിലേറ്റീവ്സ് എബ്രോഡിലാണ്. യു ആർ സ്ട്രിക്റ്റ്ലി ഇൻസ്ട്രക്റ്റഡ് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ഇങ്ക്. നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് എന്ത് വേണം? ഇന്നിങ്കിൽ ആൻസർ ചെയ്യണം. ഹീ ഹാങ്ഡ് ദ പിക്ചർ ഓൺ ദി വാൾ. വാളിൽ പിക്ചർ ഹാങ് ചെയ്തു. വൺ ഷുഡ് റെസ്പെക്റ്റ് ഹിസ് പേരൻസ് ആൻഡ് എൽഡേഴ്സ്. പേരൻസിനെ എൽഡേഴ്സിനെയും റെസ്പെക്റ്റ് ചെയ്ത് നോക്കുക. സെൻറ്റൻസ് കറക്റ്റായി നോക്കുക. ഗ്രാമാറ്റിക്കലി കറക്റ്റാണ് നമുക്ക് വേണ്ടത്. വൺ ഓഫ് മൈ ചേരുമ്പോൾ എന്താണെന്നുള്ളത് നോക്കണം. ഏത് ആൻസർ വരുന്നു? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഏതാണ്? വൺ ഓഫ് മൈ അല്ലേ? ഏത് വരുന്നുണ്ട്? രണ്ടാമത്തതാണ് കറക്റ്റ്. യു ആർ സ്ട്രിക്റ്റ്ലി ഇൻസ്ട്രക്റ്റഡ് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ഇങ്ക്. വൺ ഓഫ് മൈ വരുമ്പോൾ വൺ ഓഫ് തന്നെ ബാക്കി വരണം. അങ്ങനെ കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസ് കൂടി ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇവിടുത്തെ ആൻസർ നമുക്ക് എന്ത് കറക്റ്റ് കിട്ടുന്നുണ്ട്? യു ആർ സ്ട്രിക്റ്റ്ലി ഇൻസ്ട്രക്റ്റഡ് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ഇങ്ക്. Next one, summer is the season dash all creatures on earth appear at their worst. Where, why, when, which? ക്വസ്റ്റ്യൻ ആണ്. ഏതാ വരിക? സമ്മർ ഇസ് ദ സീസൺ ഓൾ ക്രിയേച്ചേഴ്സ് അല്ലേ? അവിടെ വിയർ ആണോ വിച്ച് ആണോ വെൻ ആണോ വരിക? ഓൾ ക്രിയേച്ചർ, എല്ലാ സൃഷ്ടികളും എന്നാണ്. അപ്പോൾ ഏത് വരുന്നുണ്ട്? സമ്മർ ഇസ് ദ സീസൺ വെൻ ഓൾ ക്രിയേച്ചേഴ്സ് അല്ലേ? വെൻ ആണ് ആൻസർ കേട്ടോ. വെൻ എപ്പോഴാണോ അന്നേരമാണ് എന്ത് ചെയ്യുക? എല്ലാ ക്രിയേച്ചേഴ്സും വേഴ്സ്റ്റ് അപ്പിയർ ചെയ്യുക. നെക്സ്റ്റ് വൺ, സ്റ്റീഫൻ ഹോക്കിങ്സ് ഹാഡ് മെയ്ഡ് ഇൻന്യൂമറബിൾ സ്റ്റഡീസ് റിഗാർഡിംഗ് ഡാഷ് യൂണിവേഴ്സ്. പ്രപ്പോസ് ഇതാണല്ലേ, ആർട്ടിക്കിൾസ് ആണ്. ആൻ, എനി, ആൻ, എ, ദി ഒക്കെ ചേർക്കുന്ന ആർട്ടിക്കിൾസ്. ദ യൂണിവേഴ്സ്. Next one, the following sentence is a dash sentence. Owing to laziness, he couldn't accomplish his dreams. Simple, complex, compound, complex. The following is a dash sentence. എന്ത് എഴുതിയാൽ മതി? Owing to laziness, comma, he couldn't accomplish his dreams. രണ്ടെണ്ണത്തിൽ കൂട്ടി യോജിപ്പിച്ച് കോമയിട്ട് യോജിപ്പിച്ചേക്കുന്നുണ്ട് അല്ലേ? നോക്കാം ആൻസർ എന്താ വരുന്നത്? ഓയിങ് ടു ലേസിനെസ് ആണ് അല്ലേ? സിമ്പിൾ. നെക്സ്റ്റ് വൺ, രമേഷ് ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹീ പ്രിഫേഴ്സ് റീഡിംഗ് ടു. രമേഷ് ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹീ പ്രിഫേഴ്സ് റീഡിംഗ് ടു ബി റൈറ്റിംഗ്. റൈറ്റ്, റൈറ്റിംഗ്, ഹാവ് റിട്ടൺ. പ്രിഫർ, പ്രിഫേഴ്സ് ടു writing, prefers to writing. Change the voice. Someone has changed my attitude. Someone has changed the attitude. Voice means active voice, passive voice, passive voice, active voice ഒക്കെ അങ്ങനെയാണ്. Someone has changed my attitude. അല്ല എങ്ങനെയാണ് ഇതിനെ ചേഞ്ച് ആക്കുക? My attitude has been changed by someone. My attitude has been
changed by someone. My attitude is being changed by someone. My attitude was changed by someone. ഇവിടെ മൈ ആറ്റിറ്റ്യൂഡ് തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പിന്നെ ഹാസ് ചേഞ്ച്ഡ് എങ്ങനെ മാറും എന്നാണ് അല്ലേ അറിയേണ്ടത്. നോക്കാം ഹാസ് ചേഞ്ച്ഡ് എങ്ങനെയായിട്ട് മാറും എന്നുള്ളതാണ്. കിട്ടിയല്ലോ. ഹാസ് ബീൻ ചേഞ്ച്ഡ്. ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ സമ്മൺ. ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ സമ്മൺ. എ ആണ് ആൻസർ. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഓർ വേർഡ്സ് ദാറ്റ് ഹാസ് ഓർ ഹാവ് ദ റൈറ്റ് സ്പെല്ലിംഗ്. റൈറ്റ് സ്പെല്ലിംഗ് ഉള്ള ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണിത്? 1 അല്ല, ഒന്നാമത്തെ ശരിയാണ്, 4 ശരിയാണ്. റൈറ്റ് സ്പെല്ലിംഗ് ആൻസർ ഇതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി ഇഡിയം ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്? ഇഡിയത്തിൻ്റെ മീനിങ് ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ടു ഹാവ് എ സ്ട്രോങ് ഒപ്പീനിയൻ അബൌട്ട് സംതിങ്, ടു ഷാർപ്പൺ ദ ടൂൾസ്, ടു സീസ് ദ ഓപ്പർച്യൂണിറ്റി, ടു ഹാവ് ആൻ അഡ്വാൻറ്റേജ്. ഇതിലെ മീനിങ് എന്താണ്? ഇതിൻ്റെ ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡിൻ്റെ മീനിങ് എന്താണ്? ഏതാണ്? ടു ഹാവ് എ സ്ട്രോങ് ഒപ്പീനിയൻ അബൌട്ട് സംതിങ്. ടു ഹാവ് എ സ്ട്രോങ് ഒപ്പീനിയൻ ടു സംതിങ്. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ostensibly. ആൻസർ apparently. apparently. നെക്സ്റ്റ്, എ വാലി ടു ഡിനേറിയൻ. എ വാലി ടു ഡിനേറിയൻ ഈസ് 1 എന്താണെന്നുള്ളത് അല്ലേ ഒറ്റ വാക്കിൽ എഴുതുന്നതായിരിക്കും. ഹു ബിഹേവ്സ് ഇൻ അറഗൻറ്റ് മാനർ. Who is too anxious about his own health. Who looks at everyone with suspicion. Who loves mankind. Valedictorian. ആൻസർ കിട്ടിയല്ലോ. ഹിസ് ഹെൽത്ത് അല്ലേ. ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഹെൽത്ത്. Which word or word can be used as the antonym of extravagant? Frugal, squanderer, thrifty, generous. Antonym of extravagant. Antonym. ഏതാണിത്? 1 3. Frugal and thrifty. Next, dash punishment is banned in educational institutions. Corporal, contagious, corporate, congenial, corporal. ബാൻ ചെയ്തേക്കുന്നതാണ് corporal. Meaning of the phrase sine die is it's of its own kind, done in secret, die suddenly, indefinitely. Answer indefinitely. Next one, find out the plurals of aquarium. അവിടെ 2 4 ശരിയാണ്. aquariums ശരിയാണ്. I can always dash my friends in a crisis. I can always dash my friends in a crisis. Count on, call out, count against, call after. Count on. Next one, the word greenhouse is a dash word. The word greenhouse is a dash word. Answer compound word ആണ്. The word greenhouse is a compound word. greenhouse അല്ലേ. greenhouse compound word ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? യൗവനം അല്ലേ. അതിൻ്റെ ശരിയായ പദം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ആൻസർ. 91. ഫസ്റ്റ് വൺ യൗവനം, അത് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിന് ശ്രദ്ധ പതിയാറുണ്ട്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന് ശ്രദ്ധ പതിവുണ്ട്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിന് ശ്രദ്ധ പതിവുണ്ട്.
ഇതിൽ ഏതാണ് ശരി അല്ലേ? നോക്കാം. കിട്ടിയല്ലോ. ഏതാണ് ശരി? ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട് അല്ലേ? അത് കിട്ടും. നെക്സ്റ്റ് വൺ, ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏതാണ്? ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. കെണി വെച്ച് പിടിക്കുക, കാറ്റുള്ളപ്പോൾ പാറ്റുക, പുര കത്തുമ്പോൾ വാഴ വെട്ടുക, എലിയെ പേടിച്ച് ഇല്ലം ചുടുക. ആൻസർ ഏതാണ് വരിക? കാറ്റുള്ളപ്പോൾ പാറ്റുക. നെക്സ്റ്റ് വൺ, അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം. പ്രേക്ഷിതാവ്, പ്രേക്ഷിതാവ്, ധാവ്, പ്രേക്ഷിതാവ് അല്ലേ? പ്രേക്ഷിതാവിതും ഇത് പ്രേക്ഷിതാവ് അല്ലേ? നോക്കാം. ആൻസർ ഏതാണ്? പ്രേക്ഷിതാവ് അല്ലേ? കണ്ടോ, ഫ്രണ്ടിൽ നമ്മൾ ആദ്യം എഴുതുന്നതാണ് പ്രേക്ഷിതാവ്. ഇരുട്ടെന്ന വാക്കിൻ്റെ പര്യായപദമല്ലാത്ത പദം, അല്ലാത്തത് നോക്കാം. തമസ്, ധാന്തം, നിഡിലം, അന്ധകാരം. ഏതാണ് വരിക? അല്ലാത്തത് നിഡിലം. ധീരൻ എന്ന പദത്തിൻ്റെ വിപരീത പദം അധീരൻ, ഭീരു, അശക്തൻ, ദുർബലൻ. തത്വം പിരിച്ചെഴുതുവിൽ ശരിയായത് തത് പ്ലസ് ത്വം, തത് പ്ലസ് ത്വം, തത് പ്ലസ് ത്വം അല്ലേ? തത്വം ഉണ്ടോ? എങ്ങനെ എഴുതും? ഇതിൽ കറക്റ്റ് ആൻസർ ഇല്ല കേട്ടോ. ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് PSC. കവി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ഇടുക. കറക്റ്റ് തത്വം എങ്ങനെ കറക്റ്റ് ആക്കാം? കവി എന്ന നാമരൂപത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. കവി, കവിയിത്രി, കവയിത്രി, കവിയത്രി, കവയിത്രി. നോക്കുക, കവിയുടെ സ്ത്രീലിംഗ രൂപം എന്താണ്? ഏതായിരുന്നു? കവയിത്രി. കവയിത്രി ഉണ്ടോ? കവിയിത്രി, കവയിത്രി. ഇത്രിയാണ് വരിക, ലാസ്റ്റിൽ ഇത്രി, കവയിത്രി. നെക്സ്റ്റ്, വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണ പന്തൽ, കല്യാണത്തിൻ്റെ പന്തൽ, കല്യാണമായ പന്തൽ, കല്യാണത്തിനുള്ള പന്തൽ, കല്യാണത്താൻ പന്തൽ. കിട്ടിയല്ലോ. കല്യാണപ്പന്തൽ ഏതാണ്? കല്യാണത്തിനുള്ള പന്തൽ, കല്യാണത്തിനുള്ള പന്തൽ. താഴെ തന്നിട്ടുള്ളവയിൽ ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഏതാണ്? മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കുത്ത്, കാവാലം നാരായണ പണിക്കർ കുത്ത് അല്ലേ? അങ്ങനെ എല്ലാ കുത്തും നോക്കുക. ഏത് ആൻസർ വരുന്നു? D ആണ് ആൻസർ കേട്ടോ. മലയാളത്തിലെ പ്രതിഭാശാലിയ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കുത്ത് അല്ലേ? ഷോർട്ട് ഫോം കാവാലം നാരായണ പണിക്കർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ടതിനെ ഇല്ലാത്തത് നമുക്ക് തെറ്റിപ്പോയത് എന്ത് ചെയ്യണം? അത് പഠിക്കണം, ആൻസർ പഠിക്കണം. നമുക്കൊരു ചെറിയ ഡൗട്ട്, ചെറിയ ഒരു അറിയില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം റിപ്പീറ്റ് പഠിച്ചു വെക്കുക. അതിന് അനുബന്ധമായുള്ളത് അപ്പുറത്തേക്ക് നോക്കുക. റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കി ആ ചുറ്റുമുള്ളതും കൂടി പഠിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.